ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. കാപ്പഡോക്കയിലെ വിശേഷങ്ങൾ തുടരുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഒരുങ്ങിയപ്പോൾ റൂമിന് പുറത്തുള്ള സ്വിങ്ങിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് മോനെ കൊണ്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആളില്ലേ, ആൾ ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് സ്ഥലത്ത് കാണാഞ്ഞിട്ട് വന്ന് വിളിച്ചതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ താഴത്തേക്ക് പോയി ഞങ്ങൾക്കായിട്ട് ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇരുന്നതിന് ശേഷം അപ്പോൾ ഉണ്ടാക്കിയ ചൂടോടെയുള്ള ഫുഡുകളായിരുന്നു ഞങ്ങൾക്ക് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങളൊരു ഡേ ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്ത വണ്ടി ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുന്നിലുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ വന്നപ്പോൾ ഒരു വൈറ്റ് കളർ വാന് കണ്ടെങ്കിലും അത് തന്നെയാണോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് സൈഡിൽ കണ്ട ഒരു ഫ്രൂട്ട് ഷോപ്പിൽ നിന്ന് ജ്യൂസ് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. ഓറഞ്ച് ജ്യൂസാണ് വാങ്ങിയത്. എനിക്ക് വേണ്ട എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കാരണം മുമ്പൊരിക്കൽ ജോർജിയ എന്നൊരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചതിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. നല്ല പുളിപ്പായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്രാവശ്യത്തെ ഓറഞ്ച് നല്ല പുളിപ്പായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട വൈറ്റ് വാന് നമ്മളുടെ ട്രിപ്പിൻ്റെ വാൻ തന്നെയായിരുന്നു. അതിൽ ഓൾറെഡി കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും കയറി അതിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൈഡും വന്നു. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്, അലി എന്നാണ് ആളുടെ പേര്. അടിപൊളി ഗൈഡായിരുന്നു ആൾ ഞങ്ങളോടെല്ലാം പേര് ചോദിച്ച് മനസ്സിലാക്കി. ആൾ ഓരോ പേരും കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായ ഗൊറേമിൻ്റെ പനോരമയ്ക്ക് വ്യൂ കിട്ടുന്ന സ്ഥലത്താണ് ഞങ്ങൾ ആദ്യം കൊണ്ടുപോയത്. അവിടെ എത്തി നോക്കുമ്പോൾ നല്ല കാറ്റ്, അതികഠിനമായ കാറ്റ്. ഞങ്ങളോട് അലി പറഞ്ഞു, എഡ്ജിലേക്കൊന്നും നടന്നു പോവല്ലേ, ചിലപ്പോൾ പിന്നിൽ നിന്ന് വരുന്ന കാറ്റ് കാരണം നമ്മൾ താഴത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും നടക്കില്ലേ എന്ന് ആദ്യമേ പറഞ്ഞു. അലി ഉദ്ദേശിച്ചത് ഈ സ്ഥലത്ത് വന്ന് നിന്നിട്ട് ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ട് ഈ സ്ഥലത്തെക്കുറിച്ചിട്ടും കാപ്പഡോക്കിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരാമെന്നായിരുന്നു. പക്ഷേ കാറ്റ് കാരണം അതൊന്നും നടന്നില്ല. ഞങ്ങളോട് വാനിലേക്ക് തിരിച്ച് കയറിയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. ഈ ഒരു പ്രദേശത്തൂടെയാണ് കാപ്പഡോക്കിയുടെ മെയിൻ അട്രാക്ഷനായ എയർ ബലൂണുകൾ പറക്കാറ്. കാറ്റില്ലാത്ത സമയമായിരുന്നെങ്കിൽ സൺറൈസ് സമയത്ത് ഇവിടെ വന്നാൽ എയർ ബലൂണുകൾ കാണാമായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ ശരിയില്ലാത്തത് കൊണ്ട് എല്ലാ എയർ ബലൂണുകളും ക്യാൻസലാക്കിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോയത് ഇവിടുത്തെ ഫേമസ് അണ്ടർഗ്രൗണ്ട് സിറ്റിയായ ദെരിങ്കുയു അണ്ടർഗ്രൗണ്ട് സിറ്റി കാണാനായിട്ടാണ്. ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി ഒറിജിനലി എങ്ങനെയായിരുന്നു എന്നാണ് ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. കാപ്പഡോക്കിയയിൽ ഒരുപാട് അണ്ടർഗ്രൗണ്ട് സിറ്റികൾ ഉണ്ടെങ്കിലും ദെരിങ്കുയു പിന്നെ കെയ്മാക്ലി എന്ന് പറഞ്ഞിട്ടുള്ള 2 അണ്ടർഗ്രൗണ്ട് സിറ്റികളാണ് ഫേമസ് ആയിട്ടുള്ളത്. അലി ഞങ്ങൾക്ക് എല്ലാ കാര്യവും നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ആൾക്ക് നല്ല നോളജ് ഉണ്ടായിരുന്നു ഈ സ്ഥലത്തെ കുറിച്ചിട്ട്. അതുകൊണ്ട് ഒരു കാര്യവും വിട്ടുപോകാതെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ആള്. ഇങ്ങനെയുള്ള ചിമ്നികളായിരുന്നു അന്നത്തെ കാലത്തെ അണ്ടർഗ്രൗണ്ട് സിറ്റികളുടെ ഏക വെന്റിലേഷൻ. ഇത് പണ്ടത്തെ പോട്ടാണ്. ഇതിൽ വെള്ളം നിറച്ചിട്ട് ബേസിനായിട്ടോ അല്ലെങ്കിൽ കുക്കിങ്ങിനൊക്കെ ആയിട്ടോ ആണ് ഉപയോഗിച്ചിരുന്നത്. ഈ ദെരിങ്കുയു അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ് ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് സിറ്റി. 18 നിലകളാണ് ഇതിനുള്ളത്. 8 നിലകളാണ് ഇപ്പോൾ വിസിറ്റേഴ്സിന് തുറന്നു കൊടുത്തിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അലി ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ക്ലോസ്ട്രോഫോബിയയോ പിന്നെ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളോ പിന്നെ ബ്ലഡ് പ്രഷർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. കാരണം ഇതിൻ്റെ ഉള്ളിലൂടെ ഭയങ്കര കൺജസ്റ്റഡായ വഴികളിലൂടെ ഒക്കെ നടക്കണം, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ആള് അങ്ങനെ പേടിപ്പിച്ചിട്ട് ചോദിച്ചതാണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വരാമെന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട്. പക്ഷേ ഈ ട്രിപ്പിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള പ്രായമായിട്ടുള്ള ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവർക്ക് ഇതിലൂടെയുള്ള നടത്തം കുറച്ച് ബുദ്ധിമുട്ടായി. അങ്ങനെ അവർ പകുതിക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് തിരിച്ചു പോയി. കൈമാക്ലി അണ്ടർഗ്രൗണ്ട് സിറ്റി കുറച്ചുകൂടെ ഇടുങ്ങിയതാണ്. നല്ലപോലെ കഷ്ടപ്പെടും അതിൻ്റെ ഉള്ളിലൂടെ പോകാനെന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും ഈ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി വിസിറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. പിന്നീട് ഞങ്ങൾ പോയത് ജാക്കറ്റുകൾ വിൽക്കുന്ന ഷോപ്പിലേക്കാണ്. ഷോപ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു ലോകം തന്നെ പറയാം. ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം തന്നെ കയറി ചെന്നത് ജാക്കറ്റുകളുടെ ഫാഷൻ ഷോ നടക്കുന്ന ഒരു റൂമിലേക്കാണ്. ഓഡിയൻസിലെ ആർക്ക് വേണമെങ്കിലും ആ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാവുന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല. പോക്കറ്റ് കീറുന്ന ഒരു പണിയായിരുന്നു ഇത്. അലിക്ക് ചിലപ്പോൾ കമ്മീഷൻ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് തോന്നുന്നു. അടിപൊളി കളക്ഷനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരുപാട് ജാക്കറ്റൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഡിസ്പ്ലേയിൽ ജാക്കറ്റ്സിനൊക്കെ നല്ല എമൗണ്ട് ആയിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയെങ്കിൽ രക്ഷപ്പെടും. നല്ലപോലെ ബാർഗെയിൻ ചെയ്താൽ നല്ലപോലെ കാശ് കുറഞ്ഞു കിട്ടുകയും ചെയ്യും.
ഇപ്പോൾ കണ്ടതൊക്കെ മെയിൽ സെക്ഷനിലെ കളക്ഷനാണ്. ഇത് ലേഡീസ് സെക്ഷനിലെ കളക്ഷന്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നടന്നതിന് ശേഷം മെയിൽ സെക്ഷനിലേക്ക് തന്നെ തിരിച്ചു പോയി. നിഷാദിനും മോനിക്കും വേണ്ടിയിട്ടായിരുന്നു ജാക്കറ്റ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ജാക്കറ്റ് എടുത്തത് കൊണ്ട് ഇവിടുന്ന് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വെറുതെ മെയിൽ സെക്ഷനിലൊക്കെ ഇങ്ങനെ നടന്ന് വീഡിയോസൊക്കെ എടുത്ത് നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ചും ഈ ടൂറിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഒരുപാട് വെറൈറ്റി ഫുഡുകളോട് കൂടിയ ഒരു ടർക്കിഷ് ലഞ്ച് ബഫേ ആയിരുന്നു അത്. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്നത് പിജിയൻ വാലി വ്യൂ പോയിന്റിലാണ്. പിജിയൻ വാലി വിസിറ്റേഴ്സിന് ആക്സസിബിൾ ആണ്. പക്ഷേ ഞങ്ങളുടെ ടൂറിലുണ്ടായിരുന്നത് പിജിയൻ വാലി വ്യൂ പോയിന്റിലേക്ക് വരിക എന്നുള്ളതായിരുന്നു. ഇവിടെ വന്നു നിന്നാൽ പിജിയൻ വാലിയുടെ വ്യൂ കിട്ടും. പിന്നെ ഒരുപാട് പിജിയൻസ് ഉണ്ടായിരുന്നു ഇവിടെ. കാപ്പഡോക്കിയയിൽ വന്നു കഴിഞ്ഞാൽ ഗ്രീൻ ടൂർ, റെഡ് ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരം ടൂറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ടൂറിലും എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഞങ്ങളുടേത് ഗ്രീൻ ടൂർ ആയിരുന്നു. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നായിരുന്നു ഞങ്ങളിത് അറേഞ്ച് ചെയ്തത്. ഞങ്ങൾക്ക് കാപ്പഡോക്കിയയെ കുറിച്ചിട്ട് വലിയ വിവരമൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ അണ്ടർഗ്രൗണ്ട് സിറ്റി കാണണം എന്നുള്ളത് കൊണ്ടുമാണ് ഈ ഗ്രീൻ ടൂർ തിരഞ്ഞെടുത്തത്. ഈ ടൂറിൽ ചെറിയ തരം ഹൈക്കിംഗ് ഉണ്ട്, പിന്നെ ഷോപ്പിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാണെന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായമുള്ളവരുണ്ടായിരുന്നില്ല, അവർക്ക് ഒട്ടും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ഈ ട്രിപ്പ്. കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പോയത് ഹോസ്പിറ്റൽ മൊണാസ്റ്ററി കാണാനായിട്ടാണ്. ഹാസ്റ്റൈൻ മൊനാസ്റ്റിരി എന്നാണ് കാപ്പഡോക്കിയയിൽ ഇത് അറിയപ്പെടുന്നത്. ആ കാണുന്ന പാറക്കൂട്ടങ്ങൾ കൊത്തി ഉണ്ടാക്കിയ ഹോസ്പിറ്റൽ, മോങ്സ് ക്വാർട്ടേഴ്സ്, ചാപ്പൽസ്, ബാപ്റ്റിസ്റ്ററി ഒക്കെയാണ് ഈ ഹോസ്പിറ്റൽ മൊണാസ്റ്ററിയിൽ ഉള്ളത്. ബൈസാൻറ്റൈൻ കാലഘട്ടമായ 9 മുതൽ 11 നൂറ്റാണ്ടുകളുടെ ഇടയ്ക്കാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന റിലീജിയസ്, മെഡിക്കൽ ആൻഡ് കമ്മ്യൂണൽ സെൻറ്റർ ആയിരുന്നു ഇത്. ഇത് ചാപ്പലാണ്. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചിട്ടും അലി ഞങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു. അവിടെ മങ്ങിയ നിലയിലുള്ള പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടൊക്കെ നല്ല പോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ആള്. ഇത് പാറ തുരന്ന് ഉണ്ടാക്കിയ ഒരു ഇടമാണെന്ന് ഓർക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ഞാൻ ഓർത്തത് അന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും ആളുകൾ ഇത്രയും ഹൈറ്റിൽ പാറ തുരന്നിട്ട് ഇത്രയും ഭംഗിയിലൊരു ചാപ്പൽ ഉണ്ടാക്കിയെന്നാണ്. ചാപ്പലിൻ്റെ അടുത്തായിട്ടാണ് ഹോസ്പിറ്റൽ ഉള്ളത്. ഈ കാണുന്ന എൻട്രൻസ് ഹോസ്പിറ്റൽ എൻട്രൻസ് ആണ്. ചാപ്പലിനെ ചേർച്ച് എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് സ്കൂൾ എൻട്രൻസ് ആണ്. ആ കാണുന്നതാണ് ചാപ്പൽ അല്ലെങ്കിൽ ചേർച്ച്. ഇപ്പം നമ്മൾ കയറിയിരിക്കുന്ന ഭാഗം സ്കൂളിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. നമ്മൾ ഏത് എൻട്രൻസിലൂടെയാണ് കയറിയെന്ന് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ തോന്നുന്നു എന്ന് പറയുന്നത്. എന്തായാലും ഹോസ്പിറ്റൽ എൻട്രൻസിന് മുന്നേ ഉള്ള ഭാഗത്താണ് ഇത്. ആ കാണുന്ന രൂപമില്ലേ, ആ രൂപത്തെക്കുറിച്ചിട്ട് പലതരത്തിലുള്ള സ്റ്റോറികളാണ് ഉള്ളത്. സത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ ടൂറ് പോകുമ്പോൾ നിങ്ങളുടെ ഗൈഡും പറഞ്ഞു തരുന്നതാണ് പലതരത്തിലുള്ള സ്റ്റോറികൾ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഗ്രീൻ ടൂർ ആയതുകൊണ്ട് ചെറിയൊരു ഹൈക്കിംഗ് ഒക്കെ ഉണ്ടെന്ന്. ഇങ്ങോട്ടേക്ക് നടക്കാൻ ഹൈക്കിംഗ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങളൊക്കെ ആസ്വദിച്ചെങ്കിലും ഞാൻ പറഞ്ഞില്ലേ പ്രായമായിട്ടുള്ള അവർക്ക് ഒട്ടും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ഈ യാത്ര. പിന്നെ ഞങ്ങളെ അലി കൊണ്ടുപോയത് ജ്വല്ലറി മേക്കിങ്ങും പിന്നെ ജെം കളക്ഷൻസൊക്കെ ഉള്ളൊരു സ്ഥലത്താണ്. അടുത്ത കാശ് പോകാനുള്ള ഒരു സ്ഥലം. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനത്തിൻ്റെ ജ്വല്ലറി കളക്ഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ജെം കളക്ഷൻസും. അവിടെ നിന്നൊരു ചെറിയൊരു സാധനം വാങ്ങി, സോവനീർ പോലെ. ഒരുപാട് കാശൊന്നും ചിലവാക്കിയില്ല അവിടെ, പക്ഷെ ഒരുപാട് സമയം ചിലവാക്കി ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ റോഡ് സൈഡിലുള്ള ഒരു കാഴ്ചയാണ്. ഒരുമിച്ച് ഒരുപാട് ATMകൾ കാണാം നിങ്ങൾക്ക് ഇവിടെ. അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ടർക്കിഷ് ലീറ എടുത്തതാണ് നിഷാദ്. പിന്നീട് ഞങ്ങൾ വന്നത് ഓട്ടഹിസാർ കാസിൽ വ്യൂ പോയിന്റിലേക്കാണ്. ആ കാണുന്നതാണ് ഓട്ടഹിസാർ കാസിൽ. അതിൻ്റെ ഉള്ളിൽ വിസിറ്റേഴ്സിനൊക്കെ കയറാവുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ ടൂറിൽ ഓട്ടഹിസാർ കാസിൽ വ്യൂ പോയിന്റിൽ വരുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സ്ഥലത്ത് കുറച്ച് സ്വിങ്ങൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സുവനീർ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് കോഫി ഷോപ്പും ഉണ്ടായിരുന്നു.
കാപ്പഡോക്കയിൽ വേറൊരു ക്യാസിൽ കൂടെയുണ്ട്, ഉച്ചിസാർ ക്യാസിൽ. ഈ ക്യാസിൽ എന്ന് പറയുന്നത് കൊണ്ട് ഇത് യഥാർത്ഥത്തിലെ ക്യാസിലാന്ന് വിചാരിക്കരുത്. അത് ഇങ്ങനെ അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ്, അതായത് അതിൻ്റെ ഒരു ഫോർട്രസ് ഷേപ്പ് കൊണ്ടാണ് ഇതിനെ ക്യാസിൽ എന്ന് പറയുന്നത്. അത് ശരിക്കും പാറ തുറന്നുണ്ടാക്കിയ കുറേ റൂമുകൾ ഇങ്ങനെ അടുക്കി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു കെട്ടിട സമുച്ചയം എന്ന് പറയാം. അലി ഞങ്ങളോട് പറഞ്ഞു ഇവിടുത്തെ പിസ്താഷ്യോ കോഫി നല്ലതാണെന്ന്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടെ ഒരു ഹേസൽനട്ട് കോഫി കൂടെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കോഫി ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് സെർവ് ചെയ്ത കപ്പ് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. കോഫി കുടിച്ചതിന് ശേഷം ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ വലുതായിട്ട് അങ്ങ് ഇഷ്ടമായിട്ടില്ല. കോഫിയുടെ കൂടെ കുറച്ച് സ്വീറ്റ്സും സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ. ചിലത് ടർക്കിഷ് ഡിലൈറ്റ് ആയിരുന്നു, ചിലത് ചോക്ലേറ്റ് കോട്ടഡ് നട്ട്സ് ആയിരുന്നു. അത് നല്ലപോലെ ഇഷ്ടമായി ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഞങ്ങൾ 7 പേരെ കൂടാതെ, 7 പേരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി 4 പേരും ഞങ്ങളുടെ ഫ്രണ്ട് ഫാമിലി 3 പേരും, അങ്ങനെ ആ 7 പേര് കൂടാതെ 2 ബംഗ്ലാദേശി ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു. അവർ ബാച്ചിലർ ട്രിപ്പായിട്ട് വന്നതാണ്. പിന്നെ 4 പേര് പാകിസ്ഥാനിൽ നിന്നുള്ളവരായിരുന്നു. പ്രായമായിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫും അവരുടെ മോനും അവരുടെ മോൻ്റെ മോളും ആയിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്നത്. ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ 7 പേരല്ലാതെ മറ്റാരും ആസ്വദിച്ചില്ല എന്ന് തോന്നി. ഒരുപാട് ഷോപ്പിംഗ് ഉള്ളതായിരുന്നു കാരണം. അലി യാത്രയിലുടനീളം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കാപ്പഡോക്കിയയുടെ ചരിത്രം കൂടാതെ തുർക്കിയുടെ ചരിത്രവും ഒരുപാട് കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ പോയത് ഗൊരേമെ ഓപ്പൺ എയർ മ്യൂസിയം ഉള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് വേറൊരു ഭാഗത്തായിട്ടുള്ള സ്ഥലത്താണ് പോയത്. ഈ സ്ഥലത്തിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല. ഗൊരേമെ ഓപ്പൺ എയർ മ്യൂസിയത്തിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചറൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ഹൈക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. ഗൊരേമെ ഓപ്പൺ എയർ മ്യൂസിയത്തിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോകണ്ടേ, ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ നടന്ന് നമുക്ക് പോവാം. ഈ സ്ഥലത്തെത്തിയപ്പോൾ കുറച്ചൊന്ന് ഹൈക്ക് ചെയ്യാനുണ്ട്, പിന്നെ ചെറുതായിട്ടുള്ള ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ നടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാനി ഫാമിലി പറഞ്ഞു അവരുടെ ഹോട്ടലിലേക്ക് തിരിച്ച് എത്തിക്കാൻ അവർ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല എന്ന്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും ഈ സ്ഥലത്ത് ഇറങ്ങിയില്ല. ഹാത്തിം മോനെ ഉറങ്ങിയായിരുന്നു. ഉറങ്ങുന്ന മോനെയും കൊണ്ട് ഈ സ്ഥലത്തൂടെ നടക്കുകയും ഹൈക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ വാനിൽ തന്നെ ഇരുന്നു. അതുകൊണ്ട് കൂട്ടത്തിൽ സ്ത്രീകളിൽ ഞാൻ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. ചില സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിഷാദൻ്റെ കൈ പിടിച്ചിട്ട് കയറുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ചെറുതായിട്ട് ഹൈക്കൊക്കെ ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്തെത്തി. ഇവിടെ എത്തിയൊക്കെ നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മോൾക്ക് ജാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഉയർന്ന സ്ഥലത്താണെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവില്ല, കാരണം എല്ലാം നിരപ്പായതുപോലെ കാണാം. പക്ഷേ ഇതൊരു ഉയർന്ന സ്ഥലമാണ് കേട്ടോ. കുറച്ച് ഹൈക്കൊക്കെ ചെയ്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്കുള്ള വരവും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നല്ലോ. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. അലി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ടായിരുന്നു, ഒന്നും ശരിക്കും കേട്ടില്ല എന്നാണ് സത്യം, നല്ല കാറ്റ് കാരണം. ഇനി നമുക്ക് കുന്നിറങ്ങി താഴത്തേക്ക് പോവാം. ഇറക്കമായിരുന്നോ കാറ്റത്തേക്കാളും കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് അവസാനിച്ചു. കുറേ സ്ഥലത്ത് പോയി, ഒരുപാട് ഷോപ്പിംഗ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.